അതും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് കാക്കര കൂട്ടൊക്കെ മന്ദസ്ഥാനം കിട്ടാതെ സങ്കടത്തോട് കരഞ്ഞ് വീട്ടിൽ പോയിട്ടൊന്ന് പൊട്ടിക്കരയാന്ന് വെച്ച് പോകുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യം ആടാ മാപ്രകളെ നിങ്ങളെ ചോദിക്കുന്നത്. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരള ജനത മുഴുവൻ ഈ വർഷം UDF വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF ഇവിടെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ എന്നൊരു നേതാവിനെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്നില്ല, ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ VD സതീശൻ എന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ UDF വോട്ട് ചെയ്തത്. എന്നാൽ ആഫ്റ്റർ ഇലക്ഷൻ ഇയാൾ ഈ വേണുഗോപാലും ചെന്നിത്തലയും അങ്ങനെ പലരും മുഖ്യമന്ത്രിയാവുന്നതാണ് കേട്ടത്. പാർട്ടിക്കുള്ളിൽ ഒരു VD സതീശന് ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു സാഹചര്യം വന്നു. എന്നാൽ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി പല രീതിയിൽ. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ഇന്ന് നമുക്ക് ഈ കേരള ജനതയ്ക്ക് മുഖ്യമന്ത്രിയായിട്ട് CM VD സതീശൻ സാറിന് നമുക്ക് കിട്ടി. നല്ലൊരു വിഷനുള്ള ഒരാളെ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് കിട്ടണം തീർച്ചയായിട്ടും. കാരണം 5 വർഷം കിടക്കുവാണ്. 5 വർഷം കൊണ്ട് നമ്മുടെ നാട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, അതിന് കഴിവുള്ള ഒരാൾ തന്നെ വരണം ഭരണത്തിൽ. ചോദ്യം ചോദിക്കാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, ഉത്തരം തരാൻ നിങ്ങൾ അവിടെ ഉണ്ടാവണം. അപ്പം എല്ലാം പറഞ്ഞ പോലെ.